ദുൽഖർ സൽമാന്റെ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന പുതിയ ഓണചിത്രമാണ് അയാം ഗെയിം. അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല എന്ന് കാത്തിരുന്നപ്പോ മഴവില്ല എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്. വാ. Wayfarer Films presents music. You're always so free. Everything will be fine. Kaidu Lohar. Dulquer Salman and Kaidu Lohar. I പാടിയില്ല. ഹോസ്പിറ്റലിൽ വെച്ച് പ്രണയമാവും തോന്നുന്നു. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടാ, പക്ഷെ കൊള്ളാം. ഇതൊക്കെ ലുക്ക് എന്താ, ആ ലിറിക്സ് കൊള്ളാം കേട്ടാ. സൂപ്പർ കേട്ടാ. ഒന്നിച്ചിരിക്കി ഒന്നിച്ചിരിക്കി, രണ്ടും ഒരേ ലിറിക്സിൽ ഏകദേശം രണ്ട് രണ്ട് അർത്ഥങ്ങളാണ്. ഒന്നിച്ചിരിക്കി, ഒന്നിച്ചിരിക്കാം, ഒന്നിച്ചിരിക്കി, ഒരുക്ക ചിരിക്കി, രണ്ട് ആ ഒരു റൈമിംഗ് ഒക്കെ വന്ന് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വർക്കൗട്ടായി. ലിറിക്സും കൊള്ളാം. പാടുന്നത് അർമാൻ മാലിക് ആണ് കേട്ടാ. പുള്ളി ഹിന്ദി സിംഗർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മലയാളം, തമിഴ് എല്ലാ പാട്ടിലും പാടും. തമിഴിൽ തന്നെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ആ ഒരു കോംബോ ക്യൂട്ട് പെയറായിട്ടുണ്ട്. ആൻഡ് കൈതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ദുൽഖർ ഇജാതി സ്റ്റൈല്, ആ ഒരു ലുക്കും ആ മുടിയൊക്കെ. എനിക്ക് തോന്നുന്നു ട്രെയിലറിൽ നമ്മൾ കണ്ടത് നൈസായിട്ട് കൈതു തേക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഇതൊരു ലവ് പാട്ടാണ്. ബട്ട് എങ്ങനെയാണ് പടം പോകുന്ന എന്നുള്ളത് നമുക്ക് പടം കണ്ടാലേ മനസ്സിലാവും. ബട്ട് ഇതുവരെ കൊള്ളാം പാട്ട്. മോനെ Enhance Hidayat film. Produced by Dulquer Salman, John Varghese. Story Nahas Hidayathan. സജീർ ബാബ, ബിലാൽ ഇസ്മായിലാണ് സ്ക്രീൻ പ്ലേ കണ്ടത്. അത് അൻപർ ആക്ഷൻ ആണ്. കൊറിയോഗ്രാഫി സാൻഡി, ജിംഷികാന്ത്, DOP ചമൻ ചാക്കോ. ഈ ടീമാണ് പടത്തിന്റെ ക്രൂവിലൊക്കെ വരുന്നത്. സ്ലോ പോയിസനായിരിക്കും കേട്ടോ ഈ പാട്ട് മിക്കവാറും. എന്നാ ലുക്കാണ് ആ നീലയൊക്കെ. അർമാൻ ജെയ്ക്സ് ബിജോയുടെ നെക്സ്റ്റ് ട്രെൻഡിങ് പാട്ടായിരിക്കും കേട്ടാ. ഓ വെളിയപ്പോൾ ഒന്നിച്ചിരിക്കേ. എനിക്ക് പക്ഷേ ഈ ട്രെയിലറിൽ എനിക്ക് നിന്നോട് അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ എന്തോ കൈതു പറയുന്നത്. ദുൽഖർ നോക്കുമ്പോൾ ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് എന്തോ കണ്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ പറയുന്ന ഒരു കാര്യം ഓർമ്മയുണ്ട്. ഇനിയിപ്പം അത് ദുൽഖർ ആലോചിക്കുന്നതാണ്. സംഭവം ദുൽഖർ എന്തോ ഒരു ആവശ്യമായിട്ട് ഇത് സിക്കായി കാണും. മിക്കവാറും അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൈതു കാണുകയാണ്. അങ്ങനെ കൈതുമായിട്ട് പ്രണയമാണ്. എനിക്ക് തോന്നുന്നു ദുൽഖർ അതൊരു പ്രണയമായിട്ട് എടുത്ത് കാണും. പക്ഷെ കൈതു ഒരു ആസ് എ ഫ്രണ്ട് ആയിട്ടായിരിക്കും ദുൽഖറിനെ കണ്ടിട്ടുണ്ടാവുക. ബട്ട് ഇത് ടോട്ടലി എങ്ങനെ മാറി മറിയുന്നുള്ളത് പടം കണ്ടാലേ മനസ്സിലാവും. ബട്ട് എന്റെ ഒരു അസംഷൻ പടി ആ ഒരു ഡയലോഗ് ട്രെയിലറിൽ കൈതു പറയുന്ന ഒരു ഡയലോഗ് അനുസരിച്ചാണെങ്കിൽ ദുൽഖർ വിചാരിച്ചു പ്രേമാണെന്ന്. ബട്ട് കൈതു ആസ് എ ഫ്രണ്ട് ആയിട്ടാണ് നോക്കിയിട്ടുള്ളത്. ബട്ട് ആ ഹുക്ക് വരുന്ന ആ ലിറിക്സ്, അങ്ങനെ പാടി പോകുന്ന ആ ലിറിക്സ് കൊള്ളാം കേട്ടോ. റൈമിംഗ് ആയിട്ട്, ടൈമിംഗ് ആയിട്ട്. മറ്റത് എനിക്ക് ഇപ്പോഴും സ്പാർക്കാണ് കേട്ടാ. ഒന്ന് ചിരിക്കി അത് കിടില്ല കേട്ടാ.
മഴവില്ലായ നീയൻ മുന്നാലെ. കോമ്പോ കൊള്ളാം കേട്ടാ. ഒരുമിച്ച് പഠിച്ചതല്ലായിരിക്കും. ലിറിക്സ് ഷർഫു ലിറിക്സ് കൊള്ളാം, നല്ല ലിറിക്സ്. ജെയ്സ് വിജയ് മ്യൂസിക്കൽസ് ലിറിക്കൽ വീഡിയോ എക്സോൾട്ട് സ്റ്റുഡിയോസ് ആണ് കേട്ടോ ചെയ്തത്. ഇതാണ് ഫസ്റ്റ് കാണുന്ന ഫോട്ടോ കേട്ടാ. ഇരിക്കണ വെച്ച് ടീമാണ്. ഒന്ന് ചിരിക്കേ. ആ ലിറിക്സ് കൊള്ളാം കേട്ടാ, സൂപ്പർ പാട്ട്. ഇതിൽത്തന്നെ ഡ്രസ്സിംഗ് ഒക്കെ എന്താ സിമ്പിൾ ആണ്. പക്ഷെ ഐ ആം ഗെയിം, ഐ ആം കമ്മിങ് enhance that film in cinemas August 20, ഓണം 2026. ഐ ആം ഗെയിം. ഇപ്പൊ മാറ്റങ്ങളൊന്നുമില്ല. 2026 ഓഗസ്റ്റ് 20 ഓണചിത്രമായിട്ട് ദുൽഖർ സൽമാൻ നായകനാകുന്ന ആയാം ഗെയിം വരും. അതിൽ സംശയമൊന്നുമില്ല. നഹാസ് ഹിദായത്താണ് സംവിധാനം, ജെയ്ക്സ് വിജയുടെ മ്യൂസിക്. ആൻഡ് ഇതിലൊരു ലവ് സോങ് ആണ് മഴവില്ലായെ എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ സോങ് കേട്ടാ. അന്ന് അർമാൻ മാലിക് നല്ല കിടിലനായിട്ട് പാടിയിട്ടുണ്ട്. അതിന് ഇടയ്ക്കൊക്കെ എനിക്ക് എവിടെയോ ശ്രീറാമിന്റെ വോയിസ് ഒക്കെ വന്നതുപോലെയൊക്കെ ടോട്ടലി പേഴ്സണലി ഫീൽ ആയി. നിങ്ങൾക്ക് അങ്ങനെയാണെന്നൊന്ന് മറക്കാതെ കമന്റ് ചെയ്തേക്ക്. പാട്ട് കിടിലായിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ലിറിക്സ് എനിക്ക് സ്പാർക്ക് ആയിട്ടുണ്ട്. ഒന്ന് ചിരിക്ക് രണ്ട് മീനിങ് ആണ്, ബട്ട് സെയിം വേർഡ് പോലെയൊക്കെയാണ് വരുന്നത്. ലിറിക്സ് കേൾക്കുമ്പോൾ സെയിം പോലെയും തോന്നും, ബട്ട് രണ്ട് മീനിങ് ആണ്. കാരണം ഇവരുടെ ആ കോംബോ നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. കാരണം രണ്ടുപേരും എന്താ പറയാ, ആ ഒരു ലുക്കും ഉണ്ട്, ആ ഒരു വൈറ്റനിങ്ങും ഉണ്ട്, അവർക്ക് ആ ഒരു മാച്ച് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. ആൻഡ് കൈതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണം, ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കണം. ദുൽഖർ ആസ് അപ്പാർട്ട് ഫ്രം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് സിമ്പിൾ ആയിട്ട്. ആൻഡ് ദുൽഖറിനെ അറിയാമല്ലോ, സിമ്പിൾ ആയിട്ട് ചിരിക്കുമ്പോഴൊക്കെ ദുൽഖറിന്റെ ആ ഒരു സ്മാർട്ട് ക്യൂട്ട് ബോയ് ആ ഒരു മെൻ ലുക്കൊക്കെ അല്ലെങ്കിലേ ഉണ്ട്. ആൻഡ് പാട്ടില്ല, ലിറിക് വീഡിയോയും കൊള്ളാം. ലിറിക്സ് ഷർഫിന്റെ ലിറിക്സ് സൂപ്പർ ആയിട്ടുണ്ട്. ആൻഡ് ജെയ്ക്സ് ബിജോയ്ക്ക് അറിയാമല്ലോ, ഒരു ലവ് പോർഷൻ പുള്ളിക്കാരനും ഉണ്ട്. ഒരു ട്രെൻഡിങ് മിന്നൽ വള, അതുപോലെ തന്നെ പല ട്രെൻഡിങ് പാട്ടുകളും ജെയ്ക്സ് ബിജോയുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിലൊരു ട്രെൻഡിങ് ആവാൻ സാധ്യതയുള്ള ഒരു പാട്ടും തന്നെയാണ് ഈ മഴവില്ലായെ. പ്രത്യേകിച്ച് ദുൽഖറിന്റെ പടത്തിലും കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു വിസിബിലിറ്റിയും ഉണ്ടാവും. നല്ലൊരു പാട്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ സ്ലോ മീറ്ററിൽ പോകുന്ന ഒരു പാട്ടാണ്. ആ ഒരു ഹുക്ക് വരുമ്പം ആ ഒരു സ്പീഡ് പോലെ, സ്പീഡ് മീൻസ് ആ ലിറിക്സ് ഒരു അട്രാക്റ്റീവ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതും എല്ലാം കറക്റ്റ്, ആ ലിറിക്സ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ഇപ്പോഴും എനിക്ക് ഒന്ന് ചിരിക്കുക ഷർഫും അത് കിട്ടില്ല ലിറിക്സ് കേട്ടാ. ആൻഡ് ടോട്ടൽ നല്ലൊരു വീഡിയോ ആണ് തന്നെയാണ് വന്നിരിക്കുന്നത്. ലിറിക് വീഡിയോയും കൊള്ളാം, പാട്ടും കൊള്ളാം. ജെയ്ക്സ് വിജോയുടെ ഒരു നല്ലൊരു കിട്ടിലം പ്രേമ ഗാനം, ഒരു ലവ് ഗാനം. ആൻഡ് ആ ഒരു ക്വാളിറ്റി ഒക്കെ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് പടം വരട്ടെ എങ്ങനെയാണെന്ന്. ബട്ട് വളരെ എക്സ്പെക്ടേഷനിൽ വരുന്ന സിനിമ തന്നെയാണ്, പ്രത്യേകിച്ച് ദുൽഖറിന്റെ പടമാണ്. ആൻഡ് അന്ന് തന്നെയാണ് ഓഗസ്റ്റ് 20, 2026 ഓണചിത്രമായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ഖലീഫയും വരുന്നത്. വൈശാഖാണ് സംവിധാനം. ആൻഡ് അതിലെ ലാലേട്ടന്റെ ഒരു സൂപ്പർബ് ക്യാമിയോ ഉണ്ടെന്നും പറയുന്നു. ക്യാമിയോ ഉണ്ട്, സൂപ്പർബ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടിട്ട് തന്നെ പറയണം. അപ്പൊ തീർച്ചയായിട്ടും രണ്ടും ഒരു ക്ലാഷ് ആണ്. രണ്ടും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ്. രണ്ടും നല്ലൊരു നായകന്മാരാണ്. രണ്ടും നല്ലൊരു ഫാൻ ബേസ് ഉള്ള നായകന്മാരാണ്. എങ്ങനെ പടം വരുമെന്ന് കണ്ടുവെക്കാം. ബിറ്റ്വീൻ മഴവില്ലായ സോങ് സൂപ്പർ ആയിട്ടുണ്ട്. കിടില ലിറിക്സ്, അർമാൻ മാലിക് സൂപ്പർ ആയിട്ട് പാടിയിട്ടുമുണ്ട്.